കണ്ണൂരേക്ക് പോകുമ്പോൾ കണ്ണൂർ ബാവലിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. ജലനിരപ്പ് അപകട മുന്നറിയിപ്പ് പരിധി കടന്നതോടെ അണുങ്കോട്ട് പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന മലയോര പാതയായ പാൽച്ചുരം തകർന്ന് അപകടാവസ്ഥയിലാണിപ്പോൾ. കൊട്ടിയൂർ മാനന്തവാടി റോഡിന്റെ പല ഭാഗത്തും ശക്തമായ മഴയിൽ തകർച്ചയുണ്ടായി. റോഡിന്റെ വശങ്ങളിൽ ഒലിച്ചു പോയി വലിയ കുഴികളും ചാലുകളും രൂപപ്പെട്ടിട്ടുണ്ട്. വെള്ളവും മണ്ണും കല്ലുകളും റോഡിലൂടെ കുത്തി ഒഴുകുന്നത് യാത്രാ ദുരിതം ഇരട്ടിയാക്കുകയാണ്. സുമേഷ് മൊറാഴ നമുക്കൊപ്പമുണ്ട്. സുമേഷ്, എന്താണ് ഇപ്പോഴത്തെ കണ്ണൂർ ജില്ലയുടെ അവസ്ഥ? സജിത്ത്, ജില്ലയിൽ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. നിലവിൽ റെഡ് അലർട്ടാണ് ഈ ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ മലയോര മേഖലയിലാണ് ഈ മഴ ഇപ്പോഴും ശക്തമായി തുടരുന്നത്. നഗരപ്രദേശങ്ങളിൽ മഴ അല്പം കുറഞ്ഞിട്ടുണ്ട്. ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിലും ഒപ്പം തന്നെ വീടുകൾക്കും ഈ നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട്. കൊട്ടിയൂർ പാൽച്ചുരത്തിൽ ചെകുത്താൻ തോടുന്ന സമയമാണ് ഈ മണ്ണിടിച്ചിലുണ്ടായത്. കല്ലും മണ്ണും റോഡിലേക്ക് വീണതിനാൽ ഗതാഗതവും തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇനിയും മണ്ണിടിയാൻ സാധ്യതയുള്ളതിനാൽ ഇതുവഴിയുള്ള യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്നും ഈ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ പെരിങ്ങോം കോഴിച്ചാൽ പ്രദേശത്ത് ഈ മണ്ണിടിഞ്ഞതായിട്ടുള്ള ഒരു വിവരം അല്പം മുമ്പ് ലഭിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ നാട്ടുകാരുടെ നേതൃത്വത്തിൽ അവിടെ ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടന്നു വരികയാണ്. ആറള ഫാമിന്റെ ഈ 11, 13 ബ്ലോക്കുകളിൽ വെള്ളം കയറി ആളുകൾ ഈ തൊട്ടടുത്തുള്ള അംഗനവാടിയിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ചില വീടുകൾക്കും ഇതുപോലെ തന്നെ നാശനഷ്ടം ജില്ലയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലുണ്ടായ ഈ ശക്തമായ മഴയിൽ മാടായി വേങ്ങര കക്കാട് പുറത്ത് ബാലകൃഷ്ണനൊപ്പം തന്നെ ഭാര്യ ജാനകി എന്നിവർ താമസിച്ചിരുന്ന മൺകട്ട വീട് തകർന്നു വീണു എന്നുള്ള ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവർ ഈ ഒരാഴ്ചയായി ഈ വീട്ടിലുള്ള താമസിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഈ അതുകൊണ്ട് തന്നെ ആളപായവും നിലവിൽ ഉണ്ടായിട്ടില്ല. മറ്റൊന്ന് ഉളിക്കൽ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട 2 പാലങ്ങൾ ഈ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. വട്ടിയാം തോട് പാലവും അതുപോലെ തന്നെ മണക്കടവ് ചപ്പാത്തി പാലവുമാണ് ഈ വെള്ളത്തിനടിയിലായത്. ഈ ഉളിക്കൽ പഞ്ചായത്തിൽ തന്നെ പേരട്ട തോട്ടിപ്പാലം ഈ മേഖലയിൽ വീടുകളിൽ വെള്ളം കയറിയെന്നുള്ള ഒരു വിവരം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. 8 കുടുംബങ്ങളെ സമീപത്തെ മദ്രസകളിൽ മാറ്റിയിട്ടുണ്ട്. ഫയർഫോഴ്സും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്നാണ് വീടുകൾ കുടുങ്ങിക്കിടന്നവരെ രക്ഷപ്പെടുത്തിയത്. 19 മുതിർന്നവരും അതുപോലെ തന്നെ 7 കുട്ടികളും ഉൾപ്പെടെ 26 പേരെയാണ് മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ കിട്ടിയ മറ്റൊരു വിവരമുണ്ട്. അതായത് ഇരിട്ടി താലൂക്കിലെ വയപ്പൂർ അറബിക്കുളത്തിന് സമീപം 2ാം കൈ എന്ന സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായി എന്നുള്ള വിവരമാണ് അല്പം മുമ്പ് ലഭിച്ചിട്ടുള്ളത്. സുധീഷ് നടുവിലെ പുറക്കൽ എന്നയാളുടെ വീട്ടിൽ ഭാഗികമായി ഈ വെള്ളം കയറിയിട്ടുണ്ട്. കുടുംബാംഗങ്ങളോടും ബന്ധുവീടുകളിലേക്ക് മാറാനും ഇപ്പോൾ നിലവിൽ ഈ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഈ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജിന്റെ നേതൃത്വത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അല്പം മുമ്പ് യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. ഏതാനും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ സ്വീകരിച്ചിട്ടുള്ള മുൻകരുതലുകൾ നടപടികൾ ഈ DDMA ചെയർമാൻ കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ അവലോകനം ചെയ്ത് വിലയിരുത്തിയിട്ടുണ്ട്. ഏതായാലും ജില്ലയിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും കനത്ത ജാഗ്രതാ നിർദ്ദേശം നിലവിൽ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. സജിത്ത്, കണ്ണൂർ ജില്ലയുടെ സാഹചര്യമാണ് സുമേഷ് വിശദീകരിച്ചത്. മലയോര മേഖലകളാണ് അവിടെയും വെല്ലുവിളി ഉണ്ടാവുന്നത്. എന്തായാലും ജില്ലയുടെ പൊതുവായ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നു. റെഡ് അലർട്ടാണ് നിലവിൽ ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.